5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്ന കോഴിക്കോട് കക്കോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സുകാരനായ സൂര്യദേവും മുഹമ്മദ് സുൽത്താനുമാണ് ഈ കഥയിലെ താരങ്ങൾ. സ്കൂളിലെത്തിയാൽ സൂര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സുൽത്താനാണ്. ബദിരൂർ സ്വദേശികളായ VP ബിജുവിന്റെയും ബിജിതയുടെയും മകനായ സൂര്യദേവിന് മസ്കുലർ ഡിസ്ട്രോഫി രോഗത്തെ തുടർന്ന് വീൽചെയറിന്റെ സഹായത്തോടെ മാത്രമേ സഞ്ചരിക്കാനാകൂ. രക്ഷിതാക്കൾ സ്കൂളിൽ കൊണ്ടുവിട്ടാൽ പിന്നെ രക്ഷാകർത്താവിന്റെ ചുമതല സഹപാഠി മുഹമ്മദ് സുൽത്താൻ ഏറ്റെടുക്കും. എനിക്ക് ചോറ് വാങ്ങി തരൂ, പിന്നെ ഫ്രീ ടൈമിലൊക്കെ എന്നെ കൊണ്ടുപോകും അങ്ങോട്ടേക്ക്, പിന്നെ PT ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും, പിന്നെ എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകും. ഈ കൂട്ടിനെക്കുറിച്ച് പ്രധാന അധ്യാപിക ഷബീനയ്ക്കും ക്ലാസ് അധ്യാപകൻ ഡോക്ടർ നിഖിൽനാഥിനും പറയാൻ ഏറെയുണ്ട്. ഏറ്റവും സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ സുൽത്താനും അതുപോലെ സൂര്യദേവും തമ്മിലുള്ള സൗഹൃദം. ഞങ്ങളെല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം ആണ് കൂടുതൽ ഇവരെ ശ്രദ്ധിക്കാനിടയായത്. അന്ന് എല്ലാ കുട്ടികളും പള്ളിയിൽ പോകുന്ന സമയത്ത് സുൽത്താൻ മാത്രം പള്ളിയിൽ പോയില്ല. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, സൂര്യദേവിന് ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കാൻ ആരും ഉണ്ടാവില്ല ടീച്ചറെ, കുറേ ലെങ്ത് ഉള്ളൊരു, അതായത് 1.5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അവൻ്റെ കൂടെ നടക്കാനും അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ അവൻ നല്ല ഭക്തിയൊക്കെ ഉള്ള കുട്ടിയാണ്, ദർസിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ അവൻ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു അവന് വേണമെങ്കിൽ ഫുഡൊക്കെ നമ്മൾ എടുത്തു കൊടുത്തോളാം, നീ പള്ളിയിൽ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, വേണ്ട, എനിക്ക് അവിടെ പോയാലൊരു സ്വസ്ഥത ഉണ്ടാവില്ല അവൻ്റെ കാര്യം ആലോചിച്ചിട്ടെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്താണ് പുതിയ തലമുറ സഹപാഠിയെ തന്നെ കൊല്ലുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ ഒരു കരുണ കാണിക്കാനൊക്കെ ഉള്ള മനസ്സ് നമ്മുടെ കുട്ടികൾക്ക്, ഇവിടുത്തെ കുട്ടികൾക്കുണ്ട് എന്നുള്ളത് വളരെയധികം അഭിമാനം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നിട്ട് കുട്ടികളോട് സന്തോഷകരമായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ പല കുട്ടികളും അവരവരുടെ സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ ചിലർക്ക് അമ്മ വീട്ടിൽ പോയതായിരുന്നു സന്തോഷം, പിന്നെ ചിലർക്ക് ടൂർ പോയതായിരുന്നു, ചിലർക്ക് സൈക്കിൾ കിട്ടിയതാണ്, അനിയനുണ്ടായത്, അനിയത്തി ഉണ്ടായത്, ഇങ്ങനെ പല പല സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവെച്ച സമയത്ത് സുൽത്താൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, അവന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന അനുഭവം എന്ന് പറയുന്നത് സൂര്യദേവിനെ നോക്കി നടത്തുന്നതാണ്. അതായത് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവന് ഏറ്റവും സന്തോഷം എന്ന് പറയുണ്ടായി. അത് വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. മറ്റെന്തിനേക്കാളും ഈ കൂട്ടും സഹായവുമാണ് തൻ്റെ സന്തോഷമെന്ന് സുൽത്താൻ. കൂടെ ചോറ് വാങ്ങി കൊടുക്കാനും, പിന്നെ ടോയ്ലറ്റ് കൊണ്ടുപോകാനും, പിന്നെ അവർക്ക് വെള്ളം അടച്ചു കൊടുക്കാനും, പിന്നെ ലാബിൽ പോയി കമ്പ്യൂട്ടർ എടുത്ത് എനിക്ക് ഓരോന്ന് കാര്യം പറഞ്ഞു കൊടുക്കുക, എനിക്ക് ലൈബ്രറിയിൽ ബുക്ക് എടുത്ത് കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പൂരങ്ങോട്ട് കുന്നുമ്മൽ റഷീദ് നൂർജഹാൻ ദമ്പതികളുടെ മകനാണ് സുൽത്താൻ. സുൽത്താന്റെ നല്ല മനസ്സിനെ കൈയടിക്കുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൽ ചൂടിൽ ജാതിയും മതവും പറഞ്ഞ് കലഹിക്കുന്നവർക്ക് ഈ കുരുന്നുകളിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട്. സുൽത്താന്റെയും സൂര്യയുടെയും സൗഹൃദം എന്നും നിലനിൽക്കട്ടെ. കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീസി മുഹമ്മദ്, 24.